പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ജൂൺ 22 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. GST നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ GSTയുടെ 53ാമത്തെ കൗൺസിൽ യോഗം ഇന്ന് ജൂൺ 22 നടക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് ഇന്ന് മിക്കവാറും എല്ലാ പത്രങ്ങളിലും ഉണ്ട്. കാരണം അത്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് GST കൗൺസിലിൻ്റെ മീറ്റിംഗ്. ഇപ്പോൾ ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെന്നും അറിയേണ്ടത്. ആ അറിവ് നമുക്ക് എപ്പോഴും എക്സാമിൽ നമുക്കത് വളരെയധികം സഹായിക്കുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. വയനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ സ്ഥാപിച്ച രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സ്മാർട്ട് ഫെൻസ് പദ്ധതിയുടെ പേരെന്ത്? LA ഫെൻസ്. അപ്പോൾ വയനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ സ്ഥാപിച്ചിട്ടുള്ള രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സ്മാർട്ട് ഫെൻസ് പദ്ധതിയാണ് LA ഫെൻസ്. വൈറ്റ് എലിഫന്റ് ടെക്നോളജി എന്ന് പറയുന്ന കൊച്ചി ആസ്പദമായിട്ടുള്ള ഒരു R&D ഫേം ആണ് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിലെ സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിലെ ചേലക്കോൾ എന്ന സ്ഥലത്ത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ച് നടത്തുന്ന ഒരു പുതിയൊരു പൈലറ്റ് പ്രൊജക്റ്റ് ആണ്. അതായത് ആദ്യത്തെ ഒരു പ്രൊജക്റ്റ് ആണ് വന്യജീവികൾ അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, നാട്ടുപ്രദേശങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയും, അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ തന്നെ അത് ജനങ്ങളിലേക്ക് ഒരു അലേർട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയൊരു സിസ്റ്റമാണ് AI ആസ്പദമായിട്ടുള്ള LA ഫെൻസ് എന്ന ഈ ഒരു പുതിയൊരു പ്രൊജക്റ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഏതാണ്ട് 70 മീറ്റർ നീളത്തിലുള്ള ഒന്നാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന LA ഫെൻസ്. ഇത് കൃത്യമായിട്ട് മൃഗങ്ങളുടെ ചലനങ്ങൾ, അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ നുഴഞ്ഞു കയറുന്ന ആ സമയത്ത് അത് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് LA ഫെൻസ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ സിസ്റ്റമായിട്ടുള്ള ഒരു വേലി ഇപ്പോൾ സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ സ്ഥാപിക്കുന്നത്. 53ാമത്തെ GST കൗൺസിൽ യോഗം 2024 ജൂൺ 22 ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ന്യൂഡൽഹി. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി GST എന്ന് പറയുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നത്തെ ഈ യോഗം 53ാമത്തെ യോഗം ഇത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുകയാണ്. ഈ ഒരു മീറ്റിംഗിനെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്, ചെയർ ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ ആണ്. അതായത് ഇപ്പോഴത്തെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരിക്കുള്ളൂ നടക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിൽ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ 3ാമത്തെ ടേം ഇതിലെ ആദ്യത്തെ ഒരു GST കൗൺസിൽ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 2024 മെയിലെ കണക്കനുസരിച്ച് GST കളക്ഷൻസ് 1.73 ലക്ഷം കോടി രൂപയാണ്. അതായത് 10% വർധനമാണ് ഓരോ വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. മെയ് മാസത്തെ കണക്കനുസരിച്ച് 15.3% ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ ആണ് വർധന വന്നിട്ടുള്ളത്. ഓരോ രാജ്യങ്ങളിലെ ഉയർച്ച എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടിങ് കുറയ്ക്കുക, നമ്മുടെ നാട്ടിൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഓരോ പ്രൊഡക്റ്റും അത് രാജ്യത്തിന്റെ ഉയർച്ചയാണ്. ഇതനുസരിച്ച് ഇപ്പോൾ ഈ ഒരു കണക്ക് പറയുമ്പോൾ തന്നെ 15.3% വർധനമാണ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷനിൽ വന്നിട്ടുള്ളത്. ഇമ്പോർട്ടിങ് 4.3% കുറവും വന്നിട്ടുണ്ട്. 2016 ആദ്യത്തെ GST കൗൺസിൽ നടന്നിട്ടുള്ളത്. 2017 GST പ്രാബല്യത്തിൽ വന്നു ഇന്ത്യയിൽ. ആരോഗ്യ മേഖലയിൽ ഇന്ത്യയുടെ സന്നദ്ധതയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി $170 മില്യൺ പോളിസി അടിസ്ഥാനമാക്കിയുള്ള വായ്പ അനുവദിച്ച ബാങ്ക് ഏതാണ്? ഏഷ്യൻ വികസന ബാങ്ക്. ഫിലിപ്പൈൻസിലെ മണ്ടാലിയോങ് എന്ന സ്ഥലത്തുള്ള ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഫിലിപ്പൈൻസിൽ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യക്ക് $170 മില്യൺ പോളിസി അടിസ്ഥാനമാക്കിയിട്ടുള്ള വായ്പ അനുവദിച്ചിട്ടുള്ളത്. ഇത് ആരോഗ്യ മേഖലയിലേക്കാണ്. ഇന്ത്യയുടെ സ്മാർട്ട് ഹെൽത്ത് പ്രോഗ്രാമിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് $170 മില്യൺ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അപ്രൂവൽ നൽകിയിട്ടുള്ളത്. അതായത് 2017 ഇന്ത്യ ഗവൺമെന്റിന്റെ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. 2017 ഇന്ത്യ ഗവൺമെന്റിന്റെ നാഷണൽ ഹെൽത്ത് പോളിസി പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു ലോൺ അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് മസാറ്റ്സുക അസഖാവ. 1966 ഡിസംബർ 19 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് രൂപീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 62 രാജ്യങ്ങൾ ആണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ ഉള്ളത്. ദേശീയ യോഗ ഒളിമ്പ്യാഡ് 2024 ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്തത്? കർണാടക. കർണാടകയിലാണ് നാഷണൽ യോഗ ഒളിമ്പ്യാഡ് 2024 ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഒളിമ്പ്യാഡ് ഉദ്ഘാടനം ചെയ്തത് കർണാടകയിലെ ഗവർണർ ആയിട്ടുള്ള തവാർചന്ദ് ഗെഹ്ലോട്ട് ആണ്. അപ്പോൾ കർണാടകയിലെ ഗവർണർ ആണ് തവാർചന്ദ് ഗെഹ്ലോട്ട്.
2024 ജൂൺ 18 കർണാടക ഗവർണർ തവാർചന്ദ് ഗെഹ്ലോട്ട് നാഷണൽ യോഗ ഒളിമ്പ്യാഡ് മൈസൂരിൽ ഉദ്ഘാടനം ചെയ്തത്. ഇന്നിപ്പോൾ കർണാടകയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹർ ഘർ യോഗ എന്ന ഒരു കൺസെപ്റ്റ്, അതായത് ഓരോ വീടുകളിലും യോഗ എന്ന രീതിയിൽ യോഗ സാക്ഷരത നേടിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. മൈസൂരിലാണ് ആദ്യത്തെ നാഷണൽ യോഗ ഒളിമ്പ്യാഡ് നടന്നിട്ടുള്ളത്. ഏതാണ്ട് 400 സ്റ്റുഡൻസും 100 ടീച്ചേഴ്സ് അടങ്ങുന്ന ഒരു വലിയൊരു പാർട്ടിസിപ്പേഷൻ ആയിരുന്നു 3 ദിവസത്തെ നാഷണൽ യോഗ ഒളിമ്പ്യാഡ്. 2024 ഇന്റർനാഷണൽ യോഗ ഡേയുടെ തീം ആയിരുന്നു യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. എല്ലാ വർഷം ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ ആഘോഷിക്കുന്നത്. ഈ പ്രാവശ്യം 10ാമത്തെ വർഷമായിരുന്നു ഇന്റർനാഷണൽ യോഗ ഡേ. 2024 ജൂൺ 19 പുറത്തിറക്കിയ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 63. ഏറ്റവും കൂടുതൽ സോളാർ പ്രൊജക്റ്റുകൾ അതുപോലെ വിൻഡ് എനർജി പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്കാണ് ഇപ്പോൾ ഓരോ രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ റാങ്ക് ആണ് 63. ഈ ഒരു ഇൻഡെക്സ്, ഈ ഒരു സൂചിക പുറത്തിറക്കിയിട്ടുള്ളത് വേൾഡ് എക്കണോമിക് ഫോറം WEF ആണ്. ഈ കഴിഞ്ഞ ജൂൺ 19 120 രാജ്യങ്ങളിലെ 63ാമത്തെ പൊസിഷൻ ആണ് ഇന്ത്യക്ക്. കഴിഞ്ഞ വർഷം ഇത് 67 അതായത് അല്പം മാറ്റം വീണ്ടും വന്നിട്ടുണ്ട്. 120 കൺട്രീസിലെ 63ാമത്തെ രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ. ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ സ്വീഡൻ ആണ് ഏറ്റവും ടോപ്പ് ലെവലിൽ. തൊട്ടുപിറകെ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, നോർവേ എന്നിവയെല്ലാം. ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ രാജ്യങ്ങളാണ്. ചെറിയ രാജ്യങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ടോപ്പ് ലെവൽ വരാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇന്ത്യ, ചൈന, റഷ്യ, അമേരിക്ക ഇവയെല്ലാം വലിയ രാജ്യങ്ങളായതുകൊണ്ട് ഏതെങ്കിലും ഒരു പോളിസി അത് പ്രാവർത്തികമാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അത് സമയമെടുക്കുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതിന്റെ എമിഷൻ കുറയ്ക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1971 വേൾഡ് എക്കണോമിക് ഫോറം എന്ന ഈ ഒരു ഓർഗനൈസേഷൻ ജർമ്മൻ എക്കോണമിസ്റ്റ് ക്ലോസ് ഷവാബ് രൂപീകരിച്ചത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് സ്വിറ്റ്സർലാൻഡിലെ കൊളോഗ്നി. UN-ന്റെ ഏത് സംഘടനയാണ് ബ്രിട്ടീഷ് നടൻ തിയോ ജെയിംസിനെ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡറായി നിയമിച്ചത്? അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഹൈക്കമ്മീഷണർ. UNHCR, ദ UN റെഫ്യൂജി ഏജൻസി. ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അതായത് ബ്രിട്ടീഷ് നടൻ തിയോ ജെയിംസിനെ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡറായിട്ട് നിയമിച്ചത്. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് തിയോ ജെയിംസ്. ഇദ്ദേഹം ബ്രിട്ടീഷ് ആക്ടറാണ്. UNHCR ഇത് യുണൈറ്റഡ് നേഷന്റെ ഒരു പ്രീമിയർ ബോഡിയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് UN-ന്റെ. UNHCR ആണ് തിയോ ജെയിംസിനെ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ദി ജെന്റിൽമാൻ വൈറ്റ് ലോട്ടസ് എന്ന ടെലിവിഷൻ സീരീസിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് തിയോ ജെയിംസ്. 2016 മുതൽ UNHCR-ലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് തിയോ ജെയിംസ്. UNHCR എന്ന ഈ പ്രീമിയർ ബോഡി ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജി എന്ന പേരിലാണ്. 1950 ഡിസംബർ 14 UNHCR ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഇന്നലെ ജൂൺ 21 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, സിക്കിൾ കോശ രോഗത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഏത് ദിവസമാണ് ലോക സിക്കിൾ ദിനം ആചരിക്കുന്നത്? ഇതിന്റെ ഉത്തരം 19 ജൂൺ. ജൂൺ 19 ആണ് എല്ലാ വർഷവും വേൾഡ് സിക്കിൾ സെൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതായത് രക്തങ്ങൾ കട്ടപിടിക്കുകയും ഏതാണ്ട് അരിവാൾ പോലെ അത് വളർന്നു നിൽക്കുന്ന രീതിയിലുള്ള ഒന്നായിട്ട് മാറുന്നതാണ് സിക്കിൾ സെൽ എന്ന് പറയുന്നത്. സിക്കിൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അരിവാൾ എന്നതാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 10 ലക്ഷം പേർ ഇത്തരത്തിലുള്ള ഈ രോഗം ബാധിച്ച വ്യക്തികളാണ്. ഇതൊരു ജനറ്റിക് ആയിട്ട് വരുന്ന ഒരു രോഗമാണത്. അപ്പോൾ വേൾഡ് സിക്കിൾ ഡേ എന്നാണ് 19 ജൂൺ. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. വയനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ സ്ഥാപിച്ച രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സ്മാർട്ട് ഫെൻസ് പദ്ധതിയുടെ പേരെന്ത്? LA ഫെൻസ്. 53ാമത് GST കൗൺസിൽ യോഗം 2024 ജൂൺ 22 ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ന്യൂഡൽഹി. ആരോഗ്യ മേഖലയിൽ
ഇന്ത്യയുടെ സന്നദ്ധയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി $170 മില്യൺ പോളിസി അടിസ്ഥാനമാക്കിയുള്ള വായ്പ അനുവദിച്ച ബാങ്ക് ഏതാണ്? ഏഷ്യൻ വികസന ബാങ്ക് ADB. ദേശീയ യോഗ ഒളിമ്പ്യാഡ് 2024 ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്തത്? കർണാടക. 2024 ജൂൺ 19 പുറത്തിറക്കിയ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 63. UN-ന്റെ ഏത് സംഘടനയാണ് ബ്രിട്ടീഷ് നടൻ തിയോ ജെയിംസിനെ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡറായി നിയമിച്ചത്? അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഹൈക്കമ്മീഷണർ UNHCR. ഇന്ന് ജൂൺ 22. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. ദ ഫസ്റ്റ് GST കൗൺസിൽ മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ വിച്ച് ഇയർ? ആദ്യത്തെ GST കൗൺസിൽ യോഗം നടന്നത് ഏത് വർഷമാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഓരോ ദിവസം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അത് നമ്മുടെ നോളജും ഓരോ ഇന്റർവ്യൂസും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ ഞായറാഴ്ച അവധിയാണ്. നമുക്കിനി തിങ്കളാഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്.